എൻ്റെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരുന്നതായിരിക്കും. ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഐഷാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആണ്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എൻ്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവുമോ എന്ന് അറിയില്ല. ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പാക്കപ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗും ഓംലെറ്റ്, പഴവും അതേപോലെ തന്നെ ഓംലെറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അപ്പമായിരുന്നു. അതെൻ്റെ നാട്ടിൽ പറയുന്നത് കേട്ടോ. പാക്കപ്പം എന്നുള്ളത് ഞാൻ വേറെ എവിടെയും പറയുന്നത് കേട്ടില്ല. എൻ്റെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മൊത്തത്തിലും പറയുന്നത് കേട്ടിട്ടില്ല. എൻ്റെ വീട്ടിലും ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ പാക്കപ്പം എന്നുള്ള പേരുണ്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു സ്നാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളാരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ തന്നെ വേറെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുള്ള ഒരു വേർഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഓക്കെ, നെയ്യ് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 10-15 മുന്തിരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും അണ്ടിപ്പരിപ്പും കൂടി ഇട്ടാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള അണ്ടിപ്പരിപ്പ് തീർന്നു പോയി. ഞാൻ ഒരു പാക്കറ്റും കൂടി ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ മറ്റേ ബോക്സിലാക്കി വെച്ചതല്ലാതെ പക്ഷെ നോക്കിയപ്പോൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കിപ്പോൾ അണ്ടിപ്പരിപ്പില്ല, അതില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഇടുക, എന്നിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോഴത്തേനും മുന്തിരി ഇട്ട് കൊടുക്കുക. കാരണം മുന്തിരി അപ്പം തന്നെ നമുക്കൊന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. നമുക്ക് അവസാനത്തിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഓവർ കുക്കായി പോകും. അപ്പോൾ ഇനി ഈ നെയ്യിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ചെറിയ പഴമാണ്. 2 ചെറിയ പഴം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല പഴുപ്പുള്ള പഴം എടുക്കുന്നതാട്ടോ നല്ലത്. അതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുണ്ടാവുക. എന്നിട്ട് ഈ പഴം ജസ്റ്റ് ഒന്ന് ഇതിലെടുത്ത് വാട്ടിയെടുക്കണം. ഇപ്പോൾ ഞാൻ പഴം 4ആയിട്ട് മുറിച്ചിരിക്കുന്നു. 4ആയിട്ട് നീളത്തിൽ നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ നമുക്ക് പഴം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പാക്കപ്പം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തിൽ ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷെ അതിന് അത്യാവശ്യം കുറച്ച് വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സമയത്തൊക്കെ നമുക്ക് ചെറിയ ഒരു, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 68K അങ്ങനെ എത്രയോ ആയിട്ടുണ്ട് അതിന് വ്യൂസ് എന്നുള്ളത്. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ക്ലിക്കായ വീഡിയോ എന്ന് പറയുന്നത് പാക്കപ്പത്തിൻ്റെ വീഡിയോ ആണ്. ബാക്കിയൊന്നും തീരെ വ്യൂ ഇല്ലായിരുന്നു. അപ്പോൾ പാക്കപ്പാണ് ഫസ്റ്റ് കുറച്ച് വ്യൂസ് കിട്ടിയത്. അതേപോലെ കൽത്തപ്പവും അതെനിക്ക് ഓർമ്മയുണ്ട്. 1K തന്നെ കടന്നത് പാക്കപ്പാണ് ആദ്യമായിട്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ ഈ പാക്കപ്പത്തിന് അത്യാവശ്യം വ്യൂ ഉണ്ട്. നാട്ടിൽ പോയി ഞാൻ കുറച്ച് സമയത്തേക്ക് ഇതില്ലായിരുന്നു, വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ ഇക്കാക്കയാണ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യണം, നിൻ്റെ പാക്കപ്പത്തിന് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ടല്ലോ, അതേപോലെ കൽത്തപ്പത്തിന് എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ആ ഒരു സമയത്ത് കുറച്ച് വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കണം. ഇതിങ്ങനെ നെയ്യിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കും, അതാണ് ഇപ്പോഴുള്ള പ്രശ്നം. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ പലഹാരത്തിലും പഴമുള്ള ഏകദേശം എല്ലാ പലഹാരത്തിലും ആഡ് ചെയ്യുന്ന ഐറ്റമാണ് ഏലക്ക പൊടിച്ചത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ 1/4 കപ്പ് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ ഇട്ട ശേഷം ഞാൻ ഒരുപാട് വാട്ടിയെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അത് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ചും കൂടി തേങ്ങ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി ഒരു തേങ്ങ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഇടയിലൊന്ന് എക്സ്ട്രാ ഒരു ഫില്ലിങ്സ് വരുന്ന പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ പഞ്ചസാരയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിനി പഞ്ചസാര ഇട്ട ശേഷം കുറേ നേരം വഴറ്റിയെടുക്കില്ല, കാരണം എനിക്ക് ഭയങ്കര ഒരു വെള്ളം ആയി പോകുന്ന പോലെ തോന്നാറുണ്ട് ഫീലിങ്സ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് മെൽറ്റായി വരുമല്ലോ. കുറച്ച് കട്ടിക്കുള്ള പഞ്ചസാര ഒരു മിനിറ്റ്, മാക്സിമം 2 മിനിറ്റ് ഒന്ന് ഇത് വഴറ്റുമ്പോഴത്തേനും ആ പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സായി വരൂലേ, ആ ഒരു സമയമാകുമ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്യും. പഞ്ചസാര കുറേ നേരം ഇട്ടിട്ട് ഇതിൽ വഴറ്റിയെടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് അങ്ങനെയാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പോൾ ഒന്ന് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്, പഞ്ചസാര ഏകദേശം മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചിരുന്ന മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കൂടി ആഡ് ചെയ്യണം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് പരിപാടി എന്താണെന്നുള്ളത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ ഒരു മിക്സിൻ്റെ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നേരത്തെ ആഡ് ചെയ്ത പോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഏലക്കായ് പൊടിച്ചതാണ്. അപ്പോൾ ആദ്യം തന്നെ ഏലക്കായ് പൊടിച്ചത് ആഡ് ചെയ്യുക. ഒന്നുമല്ല, ആ ഒരു മുട്ടൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു ടീസ്പൂണ് വനില എസൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് മുട്ടൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ ഈ 1/3 കപ്പില്ലേ, 1/3 എന്ന് പറഞ്ഞാൽ 85 ml ആണ് കേട്ടോ. ആ ഒരു കപ്പിൽ 2 കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് 2/3 കപ്പ് ഏകദേശം വരും. 1/3 ഒരു കപ്പിൻ്റെ 3/2 ഭാഗം. അപ്പോൾ അത് 2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതായത് ഇതിൻ്റെ മൈദ ഇല്ലേ, അതിൽ ലംസ് ഒന്നും ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ലംസ് ഒന്നും ഇല്ലാത്ത പോലെ നല്ല സ്മൂത്തായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം കുറവാണ്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കറക്റ്റ് ദോശയൊക്കെ ചുടൂല, നല്ല തിന്നായിട്ടുള്ള നീർദോശയൊക്കെ ചുടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. കട്ടി ഉണ്ടാവാൻ പാടില്ല. കട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ആ പുറത്തലത്തെ കവറിങ് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്ത് എടുത്തോട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് മാറ്റിയിട്ട് പിന്നെ ചുടുമ്പോൾ കുറച്ചും കൂടി വെള്ളം വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇത് ജസ്റ്റ് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ചുട്ടെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇരുമ്പിൻ്റെ ദോശ ഉണ്ടാക്കുന്ന ആ ഒരു തവയാണ് വെച്ചിട്ടുള്ളത്. എനിക്കിതിലാണ് കുറച്ചും കൂടി എളുപ്പം. ഇത് തന്നെ അധികം യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. നോൺ സ്റ്റിക്കിലും പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടും. അപ്പോൾ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിലാക്കി കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാവണം കേട്ടോ, ഹൈ ഫ്ലെയിമിലാവരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മൾ നോർമലി ദോശ ചുടുന്ന പോലെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. മാവ് അത്യാവശ്യം തിന്നായിരിക്കണം കേട്ടോ, കട്ടിയായി പോകരുത്. അപ്പോൾ കണ്ടോ, ഇതേപോലെ ആക്കിയ ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്പ്രെഡ് ചെയ്തപ്പോൾ സൈഡിലൊന്നും കുറച്ചായില്ലായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇത്തിരി മാവ് എടുത്തിട്ട് അങ്ങനെ ഓട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ, വലിയ ഓട്ട ഉണ്ട് ഹോൾസ് വരുന്നതാണെന്നുണ്ടെങ്കിൽ ഇത്തിരി മാവ് എടുത്തിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് മൂടി വെച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് വേവിച്ചാൽ തന്നെ മതി. അപ്പോൾ തന്നെ ഇത് വെന്ത് വരും. അതേപോലെ പാനിൽ നിന്ന് പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും. നമ്മൾ ദോശ എടുക്കുന്ന പോലെ ഒന്നും അങ്ങനെ ഇട്ട് എടുക്കേണ്ടി വരില്ല. നമ്മൾ ദോശ ആകുമ്പോൾ കയ്യിൽ ഉപയോഗിച്ചിട്ട്, അതായത് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കില്ല. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല, ഇങ്ങനെ പൊങ്ങി വരും. അപ്പം നല്ലോണം ഇളകിയിട്ടുണ്ടാവും. നമുക്ക് കൈ കൊണ്ട് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് 1 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, കൈ കൊണ്ട് തന്നെ ഇളകി വരുന്നുണ്ട്, നല്ലോണം സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നീർദോശയൊക്കെ ചുടുന്ന പോലെ ആ ഒരു ടൈപ്പിൽ തന്നെ നമുക്ക് ചുട്ടെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. 1-2 ടേബിൾ സ്പൂണ് ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെയും തേങ്ങൻ്റെയും മിക്സർ വെച്ച ശേഷം ഇത് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. തിരിച്ചിട്ടിട്ട് ഈ സൈഡിലാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കേണ്ടത്. ആ അടിയിൽ വന്ന ഭാഗം ഉണ്ടല്ലോ കുറച്ചും, അപ്പോൾ നല്ല കാണുമ്പോൾ ഒരു ഫിനിഷും കൂടി ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് റോൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ശരിക്കും ഇതേപോലത്തെ റോൾസ് തന്നെ ആയിട്ട്
3 തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒന്ന് പാക്കപ്പം ചെയ്ത പോലെ ചെയ്തെടുക്കാം, നമുക്ക് സ്ക്വയർ ബോക്സ് പോലെ. ഒന്ന് ഇങ്ങനെ എടുക്കാം, ഒന്ന് വേറൊരെണ്ണം കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അടുത്ത ദോശ ഒന്നും കൂടി ചുട്ട് നോക്കിയാലോ. ഇതിൻ്റെ ഇടയിൽ ക്യാമറ ഉണ്ട്, അപ്പോൾ എനിക്ക് കൈ അങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചുറ്റിച്ച് കൊടുക്കാൻ കുറച്ച് പാടാണ്, ട്രൈപോഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഇത് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി. അപ്പോഴത്തേനും നമുക്ക് കറക്റ്റായി കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ദോശയും കൂടി എടുത്തിട്ടുണ്ട്. ഞാനതിലേക്ക് ഇതേപോലെ ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ കേട്ടോ, ജസ്റ്റ് ചെറിയ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് മൈദ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നീർദോശൻ്റെ റെസിപ്പി ഇല്ല, സെയിം നീർദോശ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ഇത് മടക്കിയിട്ട് ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ചെറിയ രീതിയിലുള്ള സൈഡിൽ നിന്ന് ഇങ്ങനെ വീണ് പോകില്ല, അങ്ങനത്തെ ഒരു രീതിയിലുള്ളതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി ഒന്ന് പാക്കപ്പത്തിൻ്റെ പോലെ തന്നെയാണ്, അതും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ദോശ ചുട്ട ശേഷം രണ്ടാമത്തെ ടൈപ്പിന് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ്സ് വെക്കാം. ഇതാകുമ്പോൾ ഇത് പാക്കപ്പത്തിൻ്റെ സെയിം സ്റ്റൈലാണ് ഞാൻ ഓംലെറ്റ് കൊണ്ട് ചെയ്തതിൻ്റെ. പക്ഷെ ഇതെന്താ പറയുക, കുറച്ചും കൂടി എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ള കുറച്ചധികം ഫില്ലിങ്സ് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കുട്ടിയൊക്കെ കൊടുക്കുമ്പോൾ 1, 2 കൊടുത്ത് വിടുകയാണെങ്കിൽ കുറച്ചധികം ഫില്ലിങ്സ് ആഡ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അത്രയും പഴമെങ്കിൽ അവരെ വയറ്റിലാവുമല്ലോ. കുറേ കുട്ടികളുണ്ടാവും തീരെ കഴിക്കാത്തൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ കഴിക്കാനൊക്കെ. അപ്പോൾ ഇതൊന്ന് മടക്കിയിട്ട് എടുക്കാം. ഇത് പാക്കപ്പത്തിൻ്റെ പോലെ 4 സൈഡും മടക്കി ഇതേപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ 3 ടൈപ്പിലുള്ളതും റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഏതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ഒരു ടൈപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഇതുവരെ പാക്കപ്പത്തിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതും കൂടി കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.